100 വർഷം തികയുമ്പോൾ നമ്മൾ പിന്നാമ്പുറങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അൽഹംദുലില്ലാ സമത്ത ചെയ്ത പ്രവർത്തനം എന്ത് എന്ന് ചോദിച്ചാൽ 1-ാം വട്ടവും 2ഉം 3ഉം നമ്മൾ ആവർത്തിച്ചറുത്തു മുറിച്ചാൻ പറയാൻ സാധിക്കുന്നത് കേരളീയ മുസ്ലിം ഉമ്മത്ത് ഈ കാണുന്ന ആത്മീയ ഔന്നിത്യത്തിലേക്ക് എത്തി എന്നതിൻ്റെ ചാലകശക്തി ഈ പ്രസ്ഥാനമായിരുന്നു. ഈ പ്രസ്ഥാനം ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ബംഗാളിലേക്ക് നോക്കൂ, മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് നോക്കൂ എന്ന്. അവിടെയെല്ലാം മുസ്ലിം ഉമ്മത്തിന് ഇല്ലാതെ പോയത് പണ്ഡിതന്മാരല്ല, ആ പണ്ഡിതന്മാർ നേതൃത്വം നൽകുന്ന ഒരു പ്രസ്ഥാനിക രൂപം അവിടെ ഇല്ലാതെ പോയപ്പോഴാണ് കൃത്യമായ ഒരു നേതൃത്വത്തിലൂടെ വളർന്നു വരാൻ കഴിയാതെ പോയത്. ഇവിടെ നമ്മളെ ഈ പാരമ്പര്യത്തെ കാത്തത്, നമ്മുടെ ആത്മീയതയെ സംരക്ഷിച്ചത്, നമ്മുടെ ഈ പാരമ്പര്യത്തിന് കൃത്യമായി കാവൽ നിന്നത് നമ്മുടെ ഈ പ്രസ്ഥാനമാണ്. അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും അതിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ ബാധ്യത. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ആളുകളോട് ഞാൻ പറയുന്നു, എൻ്റെ സമത്തയുടെ സഹപ്രവർത്തകരോട് ഞാൻ പറയുന്നു, നമ്മൾക്ക് പ്രതിസന്ധികൾ ഉണ്ടാവാം, നമ്മൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാം, നമ്മൾ പ്രതികൂല സാഹചര്യങ്ങൾ തരണം ചെയ്ത് മുമ്പോട്ട് പോകേണ്ടി വന്നേക്കാം. പക്ഷേ നമ്മൾ തളരാൻ പാടില്ല. നമ്മൾ അവിടെ നമ്മൾ ഒരു പക്ഷേ പുറകോട്ട് വലിയാൻ പാടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു. ആരാ സിദ്ദീഖുൽ അക്ബർ തങ്ങളെ? ഇസ്ലാമിൻ്റെ ആദ്യത്തെ ഖലീഫ. ബഹുമാനപ്പെട്ടവർ ഖിലാഫത്ത് ഏറ്റെടുത്ത് ആദ്യത്തെ പ്രഖ്യാപനം ഉസാമയോടാണ്. ഉസാമ ഇബ്നു സെയ്ദ് റളിയല്ലാഹു തആല അൻഹയെ വിളിച്ചിട്ട് പറയാണ്, ഉസാമ നിങ്ങൾ യമനിലേക്ക് പോകണം. ആരാ ഉസാമ എന്ന് നിങ്ങൾക്കറിയുമോ? അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകാൻ അടുത്ത സമയത്താണത്രേ ഉസാമയെ വിളിച്ചിട്ട് ഉസാമയെയും സംഘത്തെയും യമനിലേക്ക് അയക്കുന്നത്. എന്തിന്? ഇസ്ലാമിൻ്റെ കലിമത്തു തൗഹീദ് പ്രഖ്യാപിക്കാനും പ്രചരിപ്പിക്കാനും അതിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും ഉസാമയെ പറഞ്ഞയച്ചു. പക്ഷേ പാതി വഴിയിലെത്തിയപ്പോ ഉസാമക്ക് ന്യൂസ് കിട്ടി, അല്ലാഹുവിൻ്റെ റസൂൽ വഫാത്തായിട്ടുണ്ട്. ഉസാമ മദീനയിലേക്ക് മടങ്ങി വന്നു. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവസാനത്തെ കർമ്മങ്ങളും ക്രിയകളൊക്കെ കഴിഞ്ഞ ശേഷം അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ആ മദീനത്തെ പള്ളിയുടെ മിമ്പറിൽ കയറിയിട്ട് ആദ്യത്തെ പ്രഖ്യാപനം നടത്തുന്നത് ഉസാമയോട് യമനിലേക്ക് മടങ്ങിപ്പോവാനാണ്. അന്ന് പറഞ്ഞിട്ടുണ്ട് സഹാബത്ത്, അബൂബക്കർ തങ്ങളെ നമ്മൾ പ്രതിസന്ധിയിലാണ്, എത്രയോ ആളുകൾ ഇസ്ലാം എന്ന് പുറത്തുപോയി. അല്ലാഹുവിൻ്റെ റസൂൽ വഫാത്തായ രംഗം കണ്ടപ്പോൾ എത്രയോ ആളുകൾ ഇസ്ലാം എന്ന് പുറത്തുപോയി. എത്രമേൽ എന്നറിയണമെങ്കിൽ ചരിത്രത്തിൻ്റെ കിതാബുകൾ നമ്മൾ പരതണം. നിങ്ങളെ അറിയുമോ? എന്ന് കൃത്യമായി ചരിത്രത്തിൻ്റെ ഗ്രന്ഥങ്ങളുണ്ട്. മദീനത്തെ പള്ളിയും മക്കത്തെ പള്ളിയും അതിൻ്റെ പ്രാന്തപ്രദേശത്തും ജീവിക്കുന്ന മുസ്ലിമീങ്ങൾക്കപ്പുറത്തെല്ലാവരും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ടത്രേ. ആ സമയത്താണ് സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ അരികത്ത് വന്നിട്ട് സഹാബത്ത് പറയുന്നത്, ഉസാമയെ യമനിലേക്ക് അയക്കാൻ പാടില്ല, ഉസാമ ഇവിടെ നിൽക്കണം, നമ്മൾ ചിന്ന ഭിന്നമാവുകയാണ്, മുസ്ലിമീങ്ങളുടെ ശക്തി ക്ഷയിക്കുകയാണ്, നമ്മുടെ നടപ്പുകാലത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഫാഷിസം അടുക്കളയിലെത്തിയിട്ടുണ്ട്. അപ്പോഴാണ് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ വാചകം, എൻ്റെ പ്രിയപ്പെട്ട സമത്തയുടെ പ്രവർത്തകരോട്, നിങ്ങൾ പ്രതികൂല സാഹചര്യം എന്ന് വിശ്വസിക്കുമ്പോഴും നിങ്ങൾക്ക് പ്രതിബന്ധമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുമ്പോഴും ഈ സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ വാചകത്തെ നിങ്ങൾ ഓർത്തെടുക്കണം. എന്താണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞത്? ഉസാമയെ മദീനയിലേക്ക് യമനിലേക്ക് അയക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ ഖിലാഫത്തിന്റെ ആദ്യത്തെ പ്രഖ്യാപനം മദീനത്തെ മസ്ജിദുൻ നബവിയുടെ മിമ്പറിൽ വെച്ച് പുറത്തോട്ട് വന്നത് ഇപ്രകാരമാണ്, വലൗ അന്ന തുയൂർ തഖത്തഫ്ന. കേൾക്കണം നിങ്ങൾ, ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറയുന്നു, വലൗ അന്ന തുയൂർ തഖത്തഫ്ന വലൗ അന്ന കിലാബ മദീന ലജറത് ബിഅർജുൽ ഉമ്മഹാത്തിൽ മുഅ്മിനീൻ വല്ലാഹി ലഅജ്ഹിസന്ന ജൈശ ഉസാമ. ആരാ ഇത് പറയുന്നത്? ഇസ്ലാമിന്റെ ആദ്യത്തെ ഖലീഫ. വലൗ അന്ന തുയൂർ തഖത്തഫ്ന. നിങ്ങൾ കേൾക്കണം, ഈ മദീനത്ത് നമ്മൾ സംഘട്ടനത്തിൽ ഏർപ്പെട്ട് നമ്മുടെ ശിരസറ്റ ബന്ധങ്ങൾ ഈ മദീനത്തെ മണൽക്കൂനയിൽ കുമിഞ്ഞുകൂടിയാലും ഈ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യമാർ, ആ ഭാര്യമാരുടെ ചേതനയറ്റ ശരീരങ്ങളെ മദീനത്തെ നായകൾ വലിച്ചു കൊണ്ടുപോകുന്ന രംഗത്തിലേക്ക് നമ്മുടെ മദീന മാറിയാലും ഇല്ല, വല്ലാഹി ലഅജ്ഹിസന്ന ജൈശ ഉസാമ. ഉസാമ യമനിലേക്ക് പോകും, ഉസാമ ഇസ്ലാമിന്റെ പ്രബോധനം നടത്തും, ഉസാമ മുമ്പോട്ട് തന്നെ പോകും. ഇത് പറഞ്ഞ ആളുടെ പേരാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ബഹുമാനപ്പെട്ട ഖബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു അൻഹു നമ്മൾ കേട്ട ചരിത്രമായിരിക്കാം. ആരാ ഖബ്ബാബ് ഇബ്നുൽ അറത്ത്? സഹാബാക്കളിൽ പ്രമുഖനാണ്. അല്ലാഹുവിന്റെ റസൂൽ കഅബത്തിന്റെ ചുവട്ടിൽ തലയണ വെച്ച് കിടക്കുന്ന ഒരു രംഗമുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ കഅബത്തിന്റെ ചുവട്ടിൽ തലയണ വെച്ച് കിടക്കുന്ന ആ സ്ഥലത്തേക്ക് ഖബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു തആല അൻഹു വന്നിട്ട് റസൂലുള്ളാഹിനോട് ചോദിക്കുന്നുണ്ട്, അലാ തദ്ഉ യാ റസൂലല്ലാഹ്, നബിയെ അങ്ങൊന്ന് ദുആ ചെയ്യണം. എൻ്റെ പ്രിയപ്പെട്ട സമത്തയുടെ പ്രവർത്തകരോട്, എൻ്റെ പ്രിയപ്പെട്ട സമത്തയുടെ സഹപ്രവർത്തകരോട് ഓർമ്മിപ്പിക്കാനുള്ളത് ഇത് മാത്രമാണ്. ഖബ്ബാബ് ഇബ്നുൽ
അറത്ത് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, നബിയെ അങ്ങൊന്ന് ദുആ ചെയ്യണം. നബി ചോദിച്ചു, എന്താ വിഷയം? ഹബ്ബാബുൽ അറത്ത് തങ്ങൾ പറഞ്ഞു, അങ്ങ് കാണുന്നില്ലേ നമ്മൾ ഉള്ള പ്രതിസന്ധി? പ്രിയപ്പെട്ട സമത്തയുടെ പ്രവർത്തകരോട് പറയുന്നു, അങ്ങനത്തെ ഒരു പ്രതിസന്ധി 1400 വർഷക്കാലത്തിനിടയ്ക്ക് ഉമ്മത്തേൽക്കേണ്ടി വന്നിട്ടില്ല. അമ്മാതിരി പ്രതിസന്ധിയാണ്. അറിയില്ല നിങ്ങൾക്ക് ബഹുമാനപ്പെട്ട സുമയ്യത്തു ബീവി? ആ സുമയ്യത്തു ബീവി റളിയല്ലാഹു തആല അൻഹ സുമയ്യത്തു ബീവിയുടെ അടിവയറ്റിലേക്ക് ചുട്ടുപഴുത്ത കമ്പി കയറ്റി കൊല്ലുമ്പോൾ സുമയ്യത്തു ബീവിയുടെ ആദർശം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശമായിരുന്നു. അള്ളാഹുവിന്റെ റസൂൽ വല്ലാതെ സങ്കടപ്പെട്ടിട്ടുണ്ട്. സുമയ്യത്തു ബീവിയെ കണ്ടിട്ട് വല്ലാതെ സങ്കടപ്പെട്ടു. എത്രമേൽ സങ്കടപ്പെട്ടു എന്നറിയുമോ? മദീനത്തെ മക്കത്തെ മണൽ തെരുവിലൂടെ അള്ളാഹുവിന്റെ റസൂൽ നടക്കുമ്പോൾ സുമയ്യത്തു ബീവിയുടെ ആർത്തനാദങ്ങൾ കേൾക്കാം. ബഹുമാനപ്പെട്ട അമ്മാർ ഇബ്നു യാസിറിന്റെ ദീന ശബ്ദങ്ങൾ കേൾക്കാം. ബഹുമാനപ്പെട്ട യാസിർ റളിയല്ലാഹു അൻഹുവിന്റെ ശബ്ദങ്ങൾ കേൾക്കാം. അള്ളാഹുവിന്റെ റസൂൽ കണ്ടമിടറി ആവർത്തിച്ച് അള്ളാഹുവിന്റെ റസൂൽ ദുആ ചെയ്യുന്നുണ്ട്, യാ ആല യാസിർ ഇന്ന മൗഇദകും അൽ ജന്ന. യാസിറെ നിങ്ങൾ ക്ഷമിക്കണേ, അമ്മാറേ നിങ്ങൾ ക്ഷമിക്കണേ, സുമയ്യ നിങ്ങൾ ക്ഷമിക്കണേ, ഇന്ന മൗഇദകും അൽ ജന്ന. നിങ്ങൾക്ക് അല്ലാഹു വാഗ്ദത്തം ചെയ്തു വെച്ചത് സ്വർഗ്ഗമാണ്. ഞാനിത് പറയുന്നത് ഹബ്ബാബ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ റസൂലിന്റെ അരികത്ത് പോയിട്ട് ബേജാറ് പറയുന്നു. എന്താ പ്രശ്നം എന്നറിയുമോ? നമ്മൾ പ്രതിസന്ധിയിലാണ്, നമ്മൾ ഇവിടെ തകരാൻ പോവുകയാണ്, ഈ ശത്രുക്കൾ നമ്മളെ ഇഞ്ചിഞ്ചായി കൊലപ്പെടുത്തുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ച ചോദ്യമുണ്ട് ബഹുമാനപ്പെട്ട സമത്തയുടെ പ്രവർത്തകരോട്. അതേ ചോദ്യമാണ് നമ്മൾക്ക് ചോദിക്കാനുള്ളത്. പ്രതിസന്ധികളുണ്ട് എന്ന് പറയുമ്പോൾ, പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് മുമ്പോട്ട് പോകാൻ തരണം ചെയ്യാൻ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ ഹബ്ബാബ് തങ്ങളോട് ചോദിച്ച ചോദ്യമുണ്ട്, നിങ്ങൾക്ക് ധൃതിയായി പോയോ? എന്നിട്ട് വീണ്ടും പറഞ്ഞു ലഖദ് കാന മൻ ഖബലക്കും ലയുമശതു ബി അംശാത്തിൽ ഹദീദ് ലഖദ് കാന മൻ ഖബലക്കും ലയുംശതു ബി മിശാത്തിൽ ഹദീദ്. നിങ്ങൾക്ക് മുമ്പ് പല ജനതയും ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇസ്രായേൽ വംശം കഴിഞ്ഞു പോയിട്ടുണ്ട്. കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാമിന്റെ ജനത കഴിഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെ പലരും കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരെല്ലാം മേൽക്കേണ്ടി എന്ന പ്രയാസം എത്രമേൽ വലുതെന്ന് നിങ്ങൾക്കറിയുമോ? ലഖദ് കാന മൻ ഖബലക്കും ലയുംശതു ബി മിശാത്തിൽ ഹദീദ്. ഇരുമ്പിന്റെ ചീർപ്പ് കൊണ്ട് അവരുടെ എല്ലുകൾക്കിടയിലേക്ക്, അവരുടെ ഞരമ്പുകൾക്കിടയിലേക്ക്, അവരുടെ മാംസങ്ങൾക്കടിയിലേക്ക് അത് ആഴ്ത്തിയിറക്കി വലിച്ചിറക്കുന്ന രംഗം സ്വഹാബത്തെ നിങ്ങൾക്ക് ഓർക്കാൻ കഴിയുമോ? ലഖദ് കാന യൂളഉൽ മിൻശാ ഫീ മിഫ്രഖ് റഅസി. തലയുടെ മൂർധാവിലേക്ക് ഈർച്ച വാള് വെച്ച് വയുശക്കു ബിസ്നൈനി, രണ്ടായി പിളർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് സ്വഹാബത്തെ നിങ്ങൾ ധൃതിയാക്കാൻ പാടില്ല. പ്രതിസന്ധികൾ നമ്മുടെ കൂടപ്പുറപ്പാണ്, പ്രശ്നങ്ങൾ നമ്മുടെ കൂടപ്പുറപ്പാണ്. ആ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വകഞ്ഞു മാറ്റി ഈ നൗകയെ, ഈ ആദർശത്തിന്റെ കപ്പലിനെ ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങൾ വടക്കലിൽ നിന്ന് സൂചിപ്പിച്ചതുപോലെ നമ്മൾ എത്തിക്കണം. എവിടെ എത്തിക്കണം? ബഹുമാനപ്പെട്ട ഇമാം മഹ്ദി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ കയ്യിലേക്ക്. ബഹുമാനപ്പെട്ട തങ്ങളുടെ വാക്ക് കടമെടുത്ത് ആവർത്തിച്ച് പറഞ്ഞാൽ അത് ഒരാളാണെങ്കിലും ശരി, ഇൻഷാ അല്ലാഹ് ഈ നൗക കരക്കടിയുക തന്നെ ചെയ്യും. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ വേദിയിൽ ഒരുപാട് ചടങ്ങുകൾ നടക്കാനുണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട നേതാക്കളൊക്കെ വേദിയിൽ എത്തിയിട്ടുണ്ട്. അവർക്ക് വേണ്ടി എൻ്റെ ആമുഖ ഭാഷണം ഞാൻ അവസാനിപ്പിക്കുകയാണ്. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.